രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്ന സ്ത്രീകളെ അപമാനിച്ച് കോൺഗ്രസ് നേതാവും എംപിയുമായ വി.കെ. ശ്രീകണ്ഠൻ. ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും. അതേസമയം സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ വി.കെ. ശ്രീകണ്ഠൻ നിലപാട് മാറ്റി. താൻ പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്ന പഴിയുമായിട്ടാണ് വി.കെ. ശ്രീകണ്ഠൻ രംഗത്ത് വന്നത്. എങ്കിലും ഖേദപ്രകടനം നടത്തുകയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. രാവിലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ നടത്തിയ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ച് നിങ്ങൾ വീണ്ടും ഒരു ചർച്ചയാക്കിയിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം. മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ? അതുപോലെ തന്നെ അവരുടെ മറ്റ് പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ചത് നിങ്ങളല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എന്റെ ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ അത് പിൻവലിച്ചിരിക്കും. അല്പവസ്ത്രം ധരിച്ച് മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അത് തെറ്റായിട്ട് പറയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അവരും അല്ല, അത് വന്നിട്ട് നിങ്ങൾ അതുപോലെയുള്ള നിങ്ങൾ അതിനെ പിന്തുണച്ചതല്ല. ഈ ചോദ്യം നിങ്ങൾ അപ്പൊ ചോദിച്ചില്ലല്ലോ. എന്താണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കുക, ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല. അതാണ് വ്യവസ്ഥ. നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ ഇതിനൊക്കെ മറുപടി പറയണ്ടല്ലോ. ഞാൻ ഒരിക്കലും ആ സ്ത്രീ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. ഈ രണ്ട് വാക്കുകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ട് കാണും. ആദ്യത്തെ വാചകത്തിൽ വളരെ വ്യക്തമായി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ പറയുന്നുണ്ട്, മന്ത്രിമാരോടൊക്കെ ഒപ്പം അല്പവസ്ത്രങ്ങളും ധരിച്ച ഈ പെൺകുട്ടി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ എന്ന മുനവച്ച പരാമർശമാണ് അവിടെ വി.കെ. ശ്രീകണ്ഠൻ മുന്നോട്ട് വെച്ചത്. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ മാധ്യമങ്ങളാരും അത്തരത്തിലുള്ള ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം പുറത്തു വന്ന ചിത്രങ്ങളാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരുന്ന ചിത്രങ്ങൾക്ക് ഊരും പേരും ഇല്ലാത്തതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു എം.പി. സ്ഥാനത്തിരിക്കുന്ന മുതിർന്ന നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന വി.കെ. ശ്രീകണ്ഠൻ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലും പങ്കുവച്ച ചിത്രം വെച്ചുകൊണ്ട് അങ്ങനെ അപമാനിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. അതിൽ വളരെ വ്യക്തമായിട്ട് ശ്രീകണ്ഠൻ തന്നെ പറയുന്നുണ്ട്, ഈ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ എന്ന്. മാധ്യമങ്ങൾ വളച്ചൊടിച്ചതല്ല, അത് ലൈവായി എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം വിവാദമായപ്പോൾ പ്ലേറ്റ് മാറ്റുന്നത് നമ്മൾ കാണുന്നു. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറയുന്നു. ഈ ചിത്രങ്ങൾ ഒരു മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിട്ടില്ലല്ലോ, സമൂഹ മാധ്യമങ്ങളിൽ വന്നതല്ലേ, അതിന് ഊരും പേരും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് അന്നേരം ചോദിച്ചില്ല എന്നാണ് വി.കെ. ശ്രീകണ്ഠൻ മറുപടിയായി ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന്. അതായത് താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ശ്രീകണ്ഠൻ ഇപ്പോഴും തോന്നിയിട്ടില്ല, അത് മറ്റുള്ള ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയാണ്. കോൺഗ്രസിന്റെ ഒരു സംസ്കാരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പരാതി പറഞ്ഞ സ്ത്രീകൾക്കെതിരെ സൈബർ ബുള്ളിങ് എന്ന് അവർ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഇപ്പോഴിതാ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായ എം.പി. പറയുന്നു ഏറ്റവും മോശം പരാമർശം. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് പാലക്കാട്. സച്ചിൻ, അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വളച്ചൊടിച്ചതാണോ വി.കെ. ശ്രീകണ്ഠന്റെ പരാമർശം? വി.കെ. ശ്രീകണ്ഠൻ തന്നെയല്ലേ രാവിലെ നമ്മളോട് പറഞ്ഞത് അല്പവസ്ത്രം ധരിച്ച അവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ലേ എന്ന് ചോദിച്ചത്? വിവാദമായപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിച്ചതാണോ ഇപ്പോൾ കണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് കാരണം. മനു, തീർച്ചയായും അത് തന്നെയാണ് കാരണം. ജനങ്ങളൊക്കെ കണ്ടതാണ് രാവിലെ വി.കെ. ശ്രീകണ്ഠൻ എം.പി. നടത്തിയിട്ടുള്ള പരാമർശം. അത് കൃത്യമായി സ്ത്രീകളെ, അതായത് പരാതിക്കാരിയായ യുവതിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു പരാമർശം ഉണ്ടായത്. അർദ്ധ വസ്ത്രം ധരിച്ച യുവതിയാണ് ഇത്തരത്തിൽ പരാതിക്കാരി. ആ യുവതി ചില മന്ത്രിമാർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് തുടങ്ങിയ വലിയ രീതിയിലുള്ള സ്ത്രീകളെ ഒന്നാകെ ആക്ഷേപിക്കുന്ന പരാമർശമാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. നടത്തിയത്. എന്നാൽ അതിനെതിരെ വി.കെ. ശ്രീകണ്ഠന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് CPM അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ സംഘടനകളിൽ നിന്നെല്ലാം പ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്ന് ഇപ്പോൾ മാധ്യമങ്ങളെ പഴിചാരുകയാണ് വി.കെ. ശ്രീകണ്ഠൻ
ചെയ്തത്. അതായത് ഞാൻ അത്തരത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി അത്തരം വാക്ക് പറഞ്ഞു, അതിന് തെളിവുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ തിരിച്ച് വി.കെ. ശ്രീകണ്ഠനോട് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് അത് ഇത്തരം സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പരാമർശം നടത്തിയത് എന്ന ഒരു മലക്കം അറിയുന്ന നിലപാടാണ് വി.കെ. ശ്രീകണ്ഠൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി വി.കെ. ശ്രീകണ്ഠൻ രംഗത്തെത്തുന്നത്. അതിനാൽ തന്നെ വലിയ വിവാദമാണ് വി.കെ. ശ്രീകണ്ഠൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനു, ഇവിടെ ഇത് ഏതെങ്കിലും ചാനൽ പ്രസിദ്ധീകരിച്ചതായി നമ്മളാരും കണ്ടിട്ടില്ല. ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമങ്ങളും അത് കൊടുത്തതായി നമ്മളാരും കണ്ടിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിലൊക്കെയാണ് ആ ചിത്രം പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രചരിച്ചത്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രചരണം വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എം.പിയെ പോലൊരാൾ, അതും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, പാലക്കാട് ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, അങ്ങനെ ഒരാൾ ഏറ്റെടുക്കുന്നു എന്നതാണ് അതിന്റെ പ്രശ്നം. സച്ചിൻ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വല്ലാതെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ. രാഹുലിനെതിരെ നടക്കുന്ന രാഷ്ട്രീയ വേട്ടയാണ് എന്നടക്കം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിനെ കൊടപിടിക്കാൻ വേണ്ടിയിട്ട് പരാതി പറഞ്ഞ സ്ത്രീകളെ ആക്ഷേപിച്ച് അവരെ മാനസികമായി തകർക്കുക, അതാണോ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു എം.പിയെ പോലെ മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും സ്വാഭാവികമായും നാളെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ തുറന്നു പറയുമോ സച്ചിൻ? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം കോൺഗ്രസിലെ വനിതാ നേതാവായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ആളുകൾ വി.കെ. ശ്രീകണ്ഠൻ്റെ ഈ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് വി.കെ. ശ്രീകണ്ഠനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം മനു പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീ, കോൺഗ്രസിലെ ആയാലും അല്ലെങ്കിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി ആണ്, ഒരു സ്ത്രീ ഇത്തരം ഒരു അധിക്ഷേപമോ അല്ലെങ്കിൽ ആക്രമണമോ നേരിട്ട് കഴിഞ്ഞാൽ, ഒരു പരാതിയുമായി വി.കെ. ശ്രീകണ്ഠൻ എം.പിയെ സമീപിച്ചാൽ പോലും ഇത്തരത്തിലൊരു പരാമർശം നടത്തി കഴിഞ്ഞാൽ എം.പിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് എന്നൊരു പ്രതികരണമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിനാൽ തന്നെ എങ്ങനെ ഒരു ആൾ വിശ്വസിച്ച് എം.പിയെ സമീപിക്കും? അത്തരത്തിൽ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം മാത്രമല്ല, ഇത്തരം ഒരു ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിക്കുന്ന ആളുകളെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയും ഒരു പാലക്കാട്ടെ എം.പി ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം. അത് തന്നെയാണ് കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം രാവിലെ ആയിരുന്നു വി.കെ. ശ്രീകണ്ഠൻ്റെ ഭാഗത്തു നിന്നും അധിക്ഷേപപരമായ പരാമർശം ഉണ്ടായത്. എന്നാൽ അല്പസമയം മുൻപ് വീണ്ടും മാധ്യമങ്ങളെ കണ്ട വി.കെ. ശ്രീകണ്ഠൻ താനല്ല, മാധ്യമങ്ങളെ, അതായത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മലക്കം മറിയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത്തരം ഒരു നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനടക്കമുള്ള കാര്യങ്ങളിൽ തെളിവുകളും അതേപോലെ തന്നെ കേസുകളും പരാതികളും ഒക്കെ വരികയാണെങ്കിൽ മാത്രം അദ്ദേഹത്തെ തള്ളും എന്ന ഒരു കാര്യവും കൂടിയാണ് വി.കെ. ശ്രീകണ്ഠൻ വ്യക്തമാക്കുന്നത്. മനു, ശരി, ഏതായാലും ഏറ്റവും മോശം പരാമർശമാണ് വി.കെ. ശ്രീകണ്ഠൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പാലക്കാട്ടെ എം.പിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. പരാതിക്കാരിയുടെ അല്പവസ്ത്രം ധരിച്ച ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരൊരു മോഡലാണ്, നടിയാണ്. ചിലപ്പോൾ അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വന്നേക്കാം. അതൊക്കെ അവരുടെ വ്യക്തിത്വവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ പരാതിയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മോശം മാനസിക സ്ഥിതിയുടെ ഭാഗം കൂടിയാണ്. അങ്ങനെ തന്നെ നമ്മളതിനെ കാണേണ്ടി വരും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നതുപോലെ തന്നെയുള്ള ഗൗരവതരമായ മാനസികാവസ്ഥയാണ് ശ്രീകണ്ഠൻ്റെ ഈ പരാമർശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.